കാര്യം ഞാൻ പറഞ്ഞ വളരെ കറക്റ്റാണ്. പ്രണവ്, വിവേക്, am I right? പേരുകൾ ഓർമ്മയിൽ നിൽക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ. ഇടയ്ക്കിടയ്ക്ക് പേര് വിളിച്ചുകൊണ്ട് തന്നെ പരിചയം പുതുക്കുക. 2 വർഷം മുമ്പ് ഞാൻ പഠിപ്പിച്ച കുട്ടികളായതുകൊണ്ട് എനിക്കറിയാം. എക്സാമിന് ഹൈ ഡിസ്റ്റിങ്ഷൻ തന്നെ വാങ്ങും 2 ആളും അല്ലേ? മോൻ ഇപ്പോഴും ഇത് ഉപയോഗിക്കുന്നുണ്ടോ? നല്ല വീസിങ് വന്നാൽ മാത്രം ഫാദർ. Shall we go? ചെറുതിയാണോ? കുറച്ച് പ്രണവ്, നിനക്കൊരു സർപ്രൈസ് ഉണ്ടാവും മറ്റന്നാൾ. എന്ത്? മറ്റന്നാൾ സൺഡേ അല്ലേ? ശൈലജ ടീച്ചറിന്റെ മലയാളം ട്യൂഷൻ ക്ലാസ്സിൽ വെച്ച്. പ്രണവ്, ഫസ്റ്റ് ലെറ്റേഴ്സ് PRA, അനദർ വൺ ഫസ്റ്റ് ലെറ്റേഴ്സ് PRA. ഇത് കണ്ടോ? എ ഫീറ്റസ് ഓഫ് 7 months. കുട്ടിയാണോ പെണ്ണോ എന്ന് ഈ പരുവത്തിൽ വ്യക്തമായിട്ട് അറിയാം വേണമെങ്കിൽ. കമ്പ്യൂട്ടറിലെ കുഞ്ഞിന് സിഗരറ്റ് പുക അപകടം ഉണ്ടാക്കില്ലല്ലോ. ഭാഗ്യം. അതുപോലൊന്ന് ഈ മുറിയിൽ ജീവനോടെ ഉണ്ട് എന്റെ വയറ്റിൽ. ആണോ? ഉറങ്ങിയിട്ടില്ലേ? ചെക്കൻ ഉറങ്ങിയോടേ? എനിക്കറിയില്ല. രാവിലെ കാറിൽ സ്കൂൾ വരെ ഒരു ലിഫ്റ്റ്, അതോടെ തീർന്നല്ലോ അച്ഛന്റെ ഉത്തരവാദിത്വം. ഇടയ്ക്ക് അവന്റെ കാര്യങ്ങളിലേക്ക് ഒന്ന് പാളിയെങ്കിലും നോക്കാം അച്ഛന്. നോക്കാം, മോന്റെ മാത്രം ആക്കണ്ട. ഇനിയിപ്പോ പേറും മുലകൊടുപ്പുമായിട്ട് കുറെ നാൾ വെറുതെ മലനങ്ങ് കിടക്കാൻ പോവല്ലേ. അപ്പൊ സഹായത്തിന് വന്ന നിന്റെ അമ്മയുടെ കാര്യങ്ങളും കൂടെ ഞാൻ കൃത്യമായിട്ടങ്ങ് നോക്കാം. കിടന്ന് ഉറങ്ങണതിന് മുമ്പേ കൂർക്കമ്പലി തുടങ്ങണ ഭാര്യയ്ക്ക് എന്തൊക്കെയാണോ സന്തോഷം അതൊക്കെ ചെയ്തേക്കാം. പോരെ? കിടന്ന് ഉറങ്ങടി. പത്രം പോയി ആ ലൈറ്റ് ഓഫ്. ഗുഡ് മോർണിംഗ് ടീച്ചർ രാജ. കുംഭകർണൻ വന്നല്ലോ. എവിടെ രാവണനും വിഭീഷണനും? ശടാ, രാവിലെ തന്നെ ആള് ചമ്മിച്ചളഞ്ഞല്ലോ.
മണി 10:15 എന്തിയാ ബാക്കിയുള്ളവരൊക്കെ? അവര് വരുന്നുണ്ട് ടീച്ചർ. ആ വന്നോ? ഇരിക്കെ. അപ്പോ ഇന്നലെ പറഞ്ഞ കഥ നമ്മൾ എവിടെയാ നിർത്തിയേ? ആ വയസ്സൻ കാരണവരില്ലേ, എന്താടാ അയാളുടെ പേര്? വരാനോരാ എന്തോ ഒരു രുചിയല്ലേ, ചവർപ്പ് രുചിയോ? എടാ തെമ്മാടി, എന്താ പറഞ്ഞേ? എടാ വരരുചി, വരരുചിയെ പറ്റിയല്ലേ നമ്മൾ പഠിച്ചോണ്ടിരിക്കുന്നേ? പറഞ്ഞേ. വരരുചി. 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 ആ, കുറച്ച് കൂടുന്നുണ്ട്. എന്തോടാ? ഓക്കെ ഓക്കെ. മഹാപണ്ഡിതനാണെങ്കിലും രാമായണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്ലോകം ഏതാണെന്നറിയാതെ വരരുചി അങ്ങനെ കുഴങ്ങി നാടങ്ങും അലയുന്ന സമയം ഒരു രാത്രി ഒരു ആൽമരത്തിന്റെ ചുവട്ടിൽ വരരുചി വിശ്രമിക്കാനായി കിടന്നു. ആ ആലിന്റെ മുകളിൽ കുറെ ദേവതമാർ താമസിക്കുന്നുണ്ടായിരുന്നു. രാത്രി ആ ദേവന്മാർ തമ്മിലുള്ള വർത്തമാനം വരരുചി കേട്ടു. എന്താണെന്ന് അവര് പറഞ്ഞത്, അവിടെ അടുത്തൊരു സ്ഥലത്ത് ഒരു പറയിപ്പെണ്ണ് ഒരു പെൺകുഞ്ഞിനെ പെറ്റിട്ടുണ്ടെന്നും ആ കുട്ടിയെയാണ് താഴെ ഉറങ്ങാതെ കിടക്കുന്ന ഈ മഹാബ്രാഹ്മണൻ കല്യാണം കഴിക്കാൻ പോകുന്നതെന്നുമാണ് അവര് പറഞ്ഞത്. അത് കേട്ട് വരരുചി ഞെട്ടിപ്പോയി. വൃദ്ധ ബ്രാഹ്മണനായി തനിക്ക് ഇപ്പോ പിറന്ന ഒരു പറയിപ്പെൺകുട്ടി വധുവായി വരികയോ? അതൊരിക്കലും നടപ്പില്ല. വരരുചി തീരുമാനിച്ചു. അദ്ദേഹം എന്തു ചെയ്തു? അദ്ദേഹം വേഗം മഹാരാജാവിനെ ചെന്ന് കണ്ട് ഒരു മുട്ടൻ നുണയങ്ങ് വെച്ച് കാച്ചി. എന്തായിരുന്നു ആ നുണ? പറയിപ്പെണ്ണിന് ജനിച്ച പെൺകുട്ടി ജീവിച്ചിരുന്നാൽ അവൾക്ക് കൃത്യം 3 വയസ്സാകുമ്പോൾ ഈ രാജ്യം മുടിഞ്ഞു പോകും. അതുകൊണ്ട് എത്രയും വേഗം ആ കുഞ്ഞിനെ കൊന്നുകളയുക. ഒരു ചെറിയ പെൺകുഞ്ഞല്ലേ അത്, അതിനെ കൊല്ലുന്നത് പാപമല്ലേ അല്ലേ? ആ, അതുകൊണ്ട് രാജാവ് എന്ത് ചെയ്തു? ഈ പെൺകുഞ്ഞിനെ കൊല്ലാതെ അതിന്റെ നെറ്റിയിൽ ഒരു പന്തം കുത്തിയിറക്കി ഒരു വാഴപ്പോള കൊണ്ട് കെട്ടിയുണ്ടാക്കിയ ഒരു ചെങ്ങാടത്തില് പുഴയിലേക്ക് ഒഴുക്കാൻ കൽപ്പിച്ചു. ഈ പെൺകുഞ്ഞിന്റെ മാതാപിതാക്കളോ ഹൃദയം പൊട്ടി നിലവിളിച്ചു. പക്ഷേ ഫലം വല്ലതുണ്ടോ? ഇല്ല. രാജഭടന്മാര് ഈ കുഞ്ഞിന്റെ നെറ്റിയിൽ ജ്വലിക്കുന്ന പന്തം കുത്തിയിറക്കി. എന്നിട്ട് ആ കൊച്ചു ചത്തോ? ധൃതി പിടിക്കാതടാ. എന്നിട്ട് അവൾ അങ്ങനെ ആ ചെങ്ങാടത്തിൽ ഒഴുകി 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 ഇങ്ങനെ മോള് വന്നോ? വാ. ഇതാ ഞാൻ പറഞ്ഞ കക്ഷി. ഇതാരാണെന്നറിയോ? ഇതാണ് ഞങ്ങളുടെ പ്രതിഭ കുട്ടി അല്ലേ? പ്രതിഭ പേരൽപ്പം പഴഞ്ചനായി പോയി. എങ്ങനെയുണ്ട് സാധനം? സൂപ്പർ. ഇതാണ് ഞാൻ പറഞ്ഞ PRA. പ്രണവ്, പ്രതിഭ. ബോത്ത് നെയിം സ്റ്റാർട്ട്സ് വിത്ത് PRA. പക്ഷെ എനിക്കതല്ല മനസ്സിലാവാത്തത്. ഗവൺമെന്റ് സ്കൂളിൽ മലയാളം മീഡിയത്തിൽ പഠിക്കണ ആ കൊച്ചെന്തിനാ ശൈലജ ടീച്ചറിന്റെ അവിടെ ട്യൂഷന് വരേണ്ട ആവശ്യം? നമുക്കല്ലേ മലയാളം ട്യൂഷന്റെ ആവശ്യം? അതല്ലേ ഞാൻ പറഞ്ഞേ. ആ കൊച്ചിന്റെ അച്ഛന് സൺഡേയിലും വർക്കുള്ള എന്തോ മെനക്കെട്ട ജോലിയാ. അയാളുടെ രൂപം കണ്ട ഒരു എക്സെൻട്രിക് ലുക്കാ.